ഓണക്കാലം അടുത്തെത്താനായതോടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. സപ്ലൈകോ വഴി 253 കോടി രൂപയുടെ അധിക സഹായം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. കൂടുതലറിയാം ഓൺലൈൻ മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ഒപ്പം ജനങ്ങൾക്ക് ആശ്വാസമൊരുക്കാനുമായി സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അധിക ധനസഹായം അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൽ ഓണവിപണി നടത്തിപ്പിനായി 200 കോടി രൂപയും മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിനുള്ള ഓണക്കിറ്റിനായി 53 കോടി രൂപയും ചെലവഴിക്കും. ഓണം അടുത്താൽ കേരളത്തിലെ വിപണിയിൽ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പയർ വർഗ്ഗങ്ങൾ, മസാലകൾ തുടങ്ങി എല്ലാ അവശ്യ സാധനങ്ങൾക്കും ആവശ്യകത വർദ്ധിക്കും. ഈ സമയത്ത് സ്വകാര്യ വിപണിയിൽ വില ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ സർക്കാർ ഇടപെട്ട് സപ്ലൈകോ വഴി ആവശ്യമായ അളവിൽ സാധനങ്ങൾ സംഭരിക്കുകയും കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 200 കോടി രൂപ സപ്ലൈകോ പ്രവർത്തന മൂലധനമായി ഉപയോഗിക്കും. ഈ തുക ഉപയോഗിച്ച് ഓണക്കാലത്തിന് മുമ്പ് ആവശ്യമായ സാധനങ്ങൾ വലിയ തോതിൽ വാങ്ങി എല്ലാ മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും എത്തിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ധനവകുപ്പ് തുക അനുവദിച്ചത്. ആവശ്യമെങ്കിൽ പിന്നീട് കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ വിപണിയിൽ ഇടപെടുന്നതിലൂടെ സ്വകാര്യ വിപണിയിലെ അമിത വിലവർധന ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സാധനങ്ങൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഓണക്കാലത്ത് നിരവധി കുടുംബങ്ങൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നതിനാൽ സ്റ്റോക്ക് ക്ഷാമം ഒഴിവാക്കാനാണ് ഈ അധിക ധനസഹായം ഏറെ ഉപകാരപ്രദമാവുക. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പ്രത്യേക ഓണച്ചന്തകൾ ആരംഭിക്കാനും വിവിധ ജില്ലകളിൽ പ്രത്യേക ഓണവിപണികൾ ഒരുക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂടാതെ സർക്കാർ പ്രഖ്യാപിക്കുന്ന മറ്റ് ഓണക്കാല ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ഈ തീരുമാനം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാത്തിരുന്നറിയാം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.